ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 2-3 മാസമായിട്ട് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് അതിന് കിട്ടിയൊരു റിസൾട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് നെറ്റി ഹെയറിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഹെയർ ഫോളും ഉണ്ടായിരുന്നു, അതുപോലെ ഡാൻഡ്രഫും ഉണ്ടായിരുന്നു, ഇച്ചിനെസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് ഇത്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എത്രമാത്രം ഡിഫറൻസ് ആണ് വന്നിരിക്കണേന്ന്. ഒരു ഷോക്കിംഗ് റിസൾട്ട് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ നല്ല ബേബി ഹെയർസും വന്നു തുടങ്ങി. എനിക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു, പക്ഷേ ഹെയർ ഫോളും നല്ലോണം മാറി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിതിപ്പോൾ 3ാമത്തെ തവണയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതും സിമ്മിലിട്ട് വെക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കുക, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ ഞാൻ റോസ്മേരി ലീവ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ആൽസ് ഗുഡ്നസിൻ്റെ ഒന്നും റോസ്മേരി ലീവ്സ് അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് 169 രൂപയാണ് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആമസോണിൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. 130-120 രൂപയ്ക്കൊക്കെ നമുക്കിത് വാങ്ങാൻ പറ്റുന്നതാണ്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് ആമസോണിൽ. എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടൂല കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാനൊരു 2.5 ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആൽസ് ഗുഡ്നസിൻ്റെ തന്നെ വാങ്ങി ഇടണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 120-130 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 തവണ നമുക്കിത് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. ഇത് തന്നെ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്, എന്നിട്ടും ബാക്കിയുണ്ട്. ഇനി ഒരു 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ള സംഭവം റോസ്മേരി ലീവ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അടുത്തതായിട്ട് ഇടുന്നത് 3-4 ഗ്രാമ്പു ഇടുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പു ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ റോസ്മേരി ലീവ്സിൻ്റെ വാട്ടർ മാത്രമായാലും മതി. പക്ഷേ ഈ ഗ്രാമ്പു ഇട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ ഗൈസ്, നിങ്ങൾ ഷോക്കിംഗ് ആയിരിക്കും, നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മുടി വളരും, അതേപോലെ നമ്മൾ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലോണം മാറും. ഈ ഗ്രാമ്പൂൻ്റെയും റോസ്മേരി ലീവ്സിൻ്റെയും കോമ്പിനേഷൻ അത്രയ്ക്ക് കിഡുവാണ്. കിഡിലൻ എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഗ്രാമ്പും ഈ റോസ്മേരി ലീവ്സിൻ്റെയും കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നേരം, അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നല്ലോണം തിളപ്പിക്കുക. ഞാനിതൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ ഗ്രാമ്പും റോസ്മേരി ലീവ്സും കൂടി ഇട്ട് തിളപ്പിച്ച് നോക്കിയത്, ടോണറാക്കി നോക്കിയത്. ഒരുപാട് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെയർ ഫോളുള്ള ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കഷണ്ടി വരുമെന്ന് വരെ ഞാൻ പേടിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിട്ടതിന് ശേഷം ഇത് തന്നെയാണ്, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും തലയിൽ ഇടുന്നില്ല. പിന്നെ ഹെയർ മാസ്ക് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടും, അത്രയേ ഉള്ളൂ. ഇതിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഗൈസ്, അത്രയ്ക്ക് ഒരുപാട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. നമുക്കിത് തിളച്ചോന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കിയതാണ്. അപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചല്ലോ, ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റണം, അത്രയും മതി. എന്നിട്ട് നമ്മൾ പിന്നെ തുറന്ന് നോക്കരുത്, നല്ലോണം ആറിയതിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കുക, മൂടി തുറന്ന് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ ആ എസെൻസ് നല്ലോണം ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഞാനിവിടെ ഒരു ആയുർവേദയുടെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കുക, എന്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ഒരാഴ്ച, ഒരു 1.5 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ കേട്ടോ. നല്ല രീതിയിൽ നീളം വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലോണം ഹെയർ ഫോളും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ. പിന്നെ എനിക്ക് പിന്നെ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ ഫോള് കുറഞ്ഞ, അതേപോലെ ഒരു ഡാൻഡ്രഫ് ഉണ്ട്, ഒരു ചെറിയ ഇങ്ങനെ പൊടി പോലെ വരാറുണ്ടായിരുന്നു. പക്ഷെ അതിലും നല്ല മാറ്റമുണ്ട് എനിക്ക്. പിന്നെ എനിക്കിപ്പോൾ ബേബി ഹെയർസും വന്നു തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ചെറിയ മുടികളിങ്ങനെ വളർന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. എനിക്ക് ആദ്യം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കുന്ന് കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ 1-2 വന്നാൽ അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ മാറ്റം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബോട്ടിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ, റോസ്മേരി വാട്ടർ ടോണർ. അപ്പോൾ ഞാനിത് ഡെയിലി ഇടാറുണ്ട്, രാവിലെയും വൈകിട്ടും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിവതും രാവിലെയും വൈകിട്ടും ഇടാൻ നോക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരമായാലും ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. പക്ഷേ ഞാനിങ്ങനെ ഓരോ വകച്ചിലായിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ലോണം
വകച്ചിലിട്ടിട്ട് അവിടെ ആ സ്കാൽപ്പിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെന്താണിത്? എനിക്ക് പിന്നെ ഇവിടെ നല്ലോണം നെറ്റ് കെയറിലുണ്ടായിരുന്നു ഇവിടെ. അതിനും ഒരുപാട് മാറിയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ബാക്കിലൊക്കെ ചെയ്യാൻ നേരത്തെ ഒരാളെയും കൊണ്ട് ചെയ്യിപ്പിക്കണമായിരിക്കും നല്ലത്. നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിലൊക്കെ ഒരാളെയും കൊണ്ട് ചെയ്യിപ്പിക്കണമായിരിക്കും നല്ലത്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു കാമിങ് സ്മെല്ലാണ് ഇതിനകത്ത്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കട്ടെ. മസാജ് ചെയ്താലാണ് നമ്മുടെ ഹെയറൊക്കെ നല്ലോണം വളരുള്ളൂ. മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം നമുക്ക് ഉറക്കം വരും. അതേപോലെയാണ്. അപ്പം നല്ലോണം ഒന്ന് ഇത് സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നല്ലോണം കിട്ടുള്ളൂ. എന്നിട്ട് അത് ഞാനിപ്പോൾ സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുടി കെട്ടി വെക്കും. നമ്മൾ ഇത് ഉണങ്ങിയിട്ട് നമ്മളിനി കഴുകി കളയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ കഴുകാണ്ട് വെച്ചാൽ മതി. ഇത് തന്നെ ഉണങ്ങി പൊക്കോളും. വേറെ ഒന്നും ചെയ്യണ്ട, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഡെയിലി ഒന്നും കുളിക്കാറില്ല തല. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. 2 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. ഇതിൽ കൂടുതൽ ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. അപ്പം ഞാൻ പിന്നെ ഇത് ഡെയിലി 2 നേരം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 1 നേരം ആയാലും ഇട്ടാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ. പിന്നെ ഓയിൽ, ഇപ്പം റോസ്മേരി ഓയിലാണെങ്കിൽ നമുക്ക് ഡെയിലി ഒന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അതായത് റോസ്മേരി ടോണറാണ് ഞാൻ എപ്പോഴും ഇടാറ്. ആഴ്ചയിൽ ഒരിക്കലേ റോസ്മേരി ഓയിൽ ഇടാറുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ 140-130 രൂപ ആവുള്ളൂ. ഇത് 2 മാസം 3 മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ ആൽസ് ഗുഡ്നെസ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്കത് 1 മാസം കഷ്ടിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 250 രൂപ, 200 സംതിങ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അത്രയും രൂപയ്ക്ക് ആവും. പക്ഷെ അതും നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ രണ്ടിലെയും കണ്ടൻറ്റ് ഒന്നാണല്ലോ, റോസ്മേരി ലീവ്സ് ആണല്ലോ. അപ്പം ഇത് വാങ്ങിച്ചു വയ്ക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റും, വിലയും കുറവാണ്, സെയിം എഫക്റ്റുമാണ് എല്ലാത്തിനും ഉണ്ടാവുക. അപ്പോൾ അതേപോലെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നല്ലോണം മസാജ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കാം, അല്ലെങ്കിൽ മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാം. ഒരുപാട് ടൈറ്റായിട്ട് കെട്ടരുത്, ലൂസായിട്ട് കെട്ടി വെച്ചേക്കാം. പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ ബൺ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുടി പിന്നിട്ട് വെക്കും. പിന്നിട്ട് വെക്കുമ്പോൾ മുടി പൊട്ടിയും പോവില്ല, മുടി കൊഴിച്ചിലും കുറയാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോഴായാലും മുടി ഇങ്ങനെ നല്ലോണം പിന്നിട്ട് വെച്ചാണ് ഉറങ്ങാറ്. അതും ഭയങ്കര ടൈറ്റായിട്ട് പിന്നിടില്ല, ഭയങ്കര ലൂസായിട്ട് പിന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന എല്ലാവരും ടോണർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാട്ടെ. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല, മുടി പിന്നെ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. പിന്നെ നല്ലോണം മുടി വളരും, നല്ലോണം ഹെയർ ഫോളും കുറയും. പിന്നെ ഇച്ചിനെസ്, ഡാൻഡ്രഫ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.